നമ്മുടെ ജീവിതവും ഒരു കടൽ പോലെയാണ്. ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റ്. മർക്കോസ് 4 ശിഷ്യന്മാർ യേശുവിനോടൊപ്പം പടകിൽ പോകുമ്പോൾ വലിയ കൊടുങ്കാറ്റ് വന്നു. തിരകൾ പടകിൽ അടച്ചു കയറി, വെള്ളം നിറഞ്ഞു. അവർ പേടിച്ചു. പക്ഷെ യേശു എവിടെയായിരുന്നു? പടകിൻ്റെ പിറകിൽ തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. നമ്മൾ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാര്യമാക്കുന്നില്ലേ? ഇന്ന് നിൻ്റെ ജീവിതത്തിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ജോബ് പോയി, റിലേഷൻഷിപ്പ് തകർന്നു, ആങ്സൈറ്റി കൂടി, ഫ്യൂച്ചർ ബ്ലറായി, കൊടുങ്കാറ്റ് സ്ട്രോങ് ആണ്. പക്ഷേ ഒരു സത്യം മറക്കരുത്, യേശു നിൻ്റെ പടകിലുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനോടും കടലിനോടും അടങ്ങുക എന്ന് പറഞ്ഞു. ഉടനെ വലിയ ശാന്തതയുണ്ടായി. ജീവിതത്തിൽ 2 കാര്യങ്ങൾ ഓർക്കണം. കൊടുങ്കാറ്റ് വരുന്നത് യേശു കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല. അവൻ കൂടെ ഉണ്ടായിട്ടും കൊടുങ്കാറ്റ് വരാം. പക്ഷെ അവൻ കൂടെ ഉണ്ടെങ്കിൽ നീ മുങ്ങിപ്പോവുകയില്ല. നിന്റെ ഭയത്തേക്കാൾ വലുതാണ് അവൻ്റെ അധികാരം. കാറ്റും കടലും അവനെ അനുസരിക്കും. പിന്നെ നിന്റെ പ്രോബ്ലം അവന് വലുതാണോ? യേശു ചോദിച്ചു, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ഇതുവരെ വിശ്വാസമില്ലേ? ഇന്ന് അവൻ നിന്നോടും അതേ ചോദ്യം ചോദിക്കുന്നു. പടക് മുങ്ങും എന്ന് തോന്നുമ്പോൾ ഓർക്കുക, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. അവൻ ഉറങ്ങുകയാണ് എന്ന് തോന്നിയേക്കാം. ഒരു വാക്ക് മതി, എല്ലാം ശാന്തമാകും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. കാരണം നിന്റെ പടകിലുള്ളവൻ കാറ്റിനേക്കാൾ വലിയവനാണ്.